ഒരു ഡിസൈനിൽ ടെക്സ്റ്റ് എഴുതുന്ന സമയത്ത്, അതായത് ടൈപ്പോഗ്രഫി ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ, ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ടൈപ്പോഗ്രഫി നിങ്ങളുടെ ഡിസൈനിൽ നിങ്ങൾ എഴുതുന്ന ടെക്സ്റ്റിന് ഭംഗി കൂട്ടുക മാത്രമല്ല ചെയ്യുന്നത്, ആ ഒരു ഡിസൈനിൽ വായനാ സൗകര്യം ഒരുക്കുക കൂടിയാണ് ഈ ടൈപ്പോഗ്രഫി ചെയ്യുന്നത്. ടൈപ്പോഗ്രഫി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു എഴുത്തിൻ്റെ ശൈലി മാത്രമല്ല, ഈ ഫോണ്ടിൻ്റെ സൈസ്, അതുപോലെ തന്നെ ഫോണ്ട് പെയറിങ്, ഫോണ്ടിൻ്റെ സ്പേസിങ്, അതുപോലെ തന്നെ അലൈൻമെൻറ്റ്, പിന്നെ ഫോണ്ട് എംബസൈസ്, ഇതൊക്കെ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഡിസൈനിൽ എഴുത്തിൻ്റെ ശൈലി കൊണ്ട് മാത്രം ആ ഒരു ഡിസൈനിന് ഭംഗി കൂടുന്നില്ല. പിന്നെ ഫോണ്ട്, സ്പേസിങ്, പെയറിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തുചേരുമ്പോഴാണ് ആ ഒരു ഡിസൈന് ഭംഗി കൂടുന്നത്. നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസൈനിൽ ഒരുപാട് ഫോണ്ടുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം ഒന്നോ രണ്ടോ ഫോണ്ടുകളാണ് പ്രൊഫഷണൽ ഡിസൈനുകളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ തന്നെ ബോൾഡ്, റെഗുലർ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഫോണ്ടിൻ്റെ പെയറിംഗ് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓരോ ഫോണ്ടും ആളുകൾക്ക് ഓരോ ഫീലാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈൻ്റെ മൂഡ് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫോണ്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടൈപ്പോഗ്രഫി കൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ താഴെ ഡിസൈനിന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം.